ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. ഒരു കിലോ വന്നേ, ആവശ്യത്തിലധികം വെയിറ്റ് ഉണ്ട്, അധികം കൂടുതലുണ്ട്. എടുത്തെടുത്ത് എത്ര എടുത്തു. ഇപ്പം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും മുഖത്ത് തന്നെ കയറണം. തുടക്കത്തിലൊക്കെ ആൾക്കാർ കള്ളപ്പണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചില ആന്റിമാർ എന്നെ പോലീസ് കേസ് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട്. 5 രൂപ തരുമെന്ന് ചോദിച്ചു. ഞാൻ 500 നോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞത് അയ്യോ വേണ്ട, പോലീസ് കേസ് കൊടുക്കുക. റവന്യൂ എത്ര കിട്ടുക? റവന്യൂ ഇപ്പൊ കേരളം ഫുള്ളും കണ്ടാൽ പോലും ഞാൻ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ തൽക്കാലം ഞാൻ യൂട്യൂബ് വെച്ചല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു പണി കിട്ടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ട്, പൈസയുടെ ആവശ്യം വേണമെന്നൊക്കെ പറഞ്ഞ്. ആ ഒരു പെൺകൊച്ചായിരുന്നു വിളിച്ചത്. അത് പറയണ്ട, അത് ശരിയാത്തില്ല. പിള്ളേരാണെങ്കിൽ അവർക്ക് ഫുഡ് വേണമെന്ന് വെച്ചാൽ ഫുഡ് മേടിച്ചു കൊടുക്കും. ഒരു പിള്ളേരായിരിക്കത്തില്ല, ഒരു 10 രൂപ എണ്ണം കാണും. നല്ലൊരു തുക എനിക്ക് ആക്കി തരുവര്. ഭയങ്കര മനസാക്ഷി പാടില്ല മനുഷ്യർക്ക്. അല്ലെ പിന്നെ മൂഡ് ഓഫ് ആയി പോകും. ഞാൻ എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതൽ എന്റർടൈൻമെന്റ് ആസ്പെക്ട് കൂടുതൽ നോക്കാറുണ്ട്. കാണാൻ രസമായിരിക്കണം, അതാണ് എനിക്ക് ഏറ്റവും മെയിൻ. അപ്പൊ സെന്റീസ് കാര്യങ്ങൾ കുറച്ച് ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ആരെങ്കിലും എന്റെ വീഡിയോക്ക് അത് കരുതെന്ന് പറഞ്ഞാൽ പോലും അത് കട്ട് ചെയ്ത് കളയും, ഞാൻ കാണിക്കത്തില്ല. ഹായ്, ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങോട്ട് പൈസ വാങ്ങുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തി അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്ന ഒരാളാണ്. ഹായ് അർജുൻ, എന്തൊക്കെയുണ്ട്? ഇപ്പൊ മൊത്തം തരം കൈ നിൽക്കുകയാണല്ലോ. ലൈക്ക് യൂട്യൂബ് ശരിക്കും ഇങ്ങനെ ചേട്ടനെ പറ്റിയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ ഉണ്ടാക്കുന്ന പൈസ സബ്സ്ക്രൈബേഴ്സിന് തന്നെ കൊടുക്കുന്ന ഒരാളാണെന്ന്. സത്യമാണോ അത്? അതല്ലേ? അപ്പൊ ഇങ്ങനെ ജീവിക്കുക. അപ്പൊ ഇതിപ്പോ പൈസ ഇല്ലാണ്ട് ഉള്ള പൈസ ഒക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. മൊത്തം പൈസ ഇപ്പൊ എത്ര ഏകദേശം ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ എത്ര പൈസ കിട്ടുക? അല്ല, റവന്യൂ എത്ര കിട്ടുക? റവന്യൂ ഇപ്പൊ കേരളം ഫുള്ളും കണ്ടാൽ പോലും ഞാൻ കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടില്ല അല്ലേ? എന്നിട്ട് ഒരു വീഡിയോക്ക് വേണ്ടി എത്ര പൈസ ചെലവാക്കും? ഒരു വീഡിയോക്ക് വേണ്ടി 5000 10000 ആ രീതിയിൽ ഒരു 5 മിനിമം പോവും എന്തായാലും. ചില വീഡിയോസ് കുറഞ്ഞാലേ ഉള്ളൂ, 5 പോവും എന്തായാലും. പിന്നെ തിരിച്ചു റിട്ടേൺ ഒക്കെ ഭയങ്കര ഷോക്കാണ്. അതെപ്പോ എന്തെങ്കിലും വേറെ വർക്ക് എന്റെ കൂടെ ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ട്. എനിക്ക് മലയാളം അല്ലാതെ എനിക്ക് ഓൾമോസ്റ്റ് 6 ചാനലുണ്ട്. ഞാൻ പിന്നെ സ്പോൺസർഷിപ്പ് ഒന്നും ചെയ്യാറില്ല. എല്ലാം ഇപ്പം ആഡ്സെൻസ് വെച്ചാണ് ഇപ്പം യൂട്യൂബിന്റെ പൈസ ഫുള്ള് തന്നെ അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് എത്ര കിട്ടുന്ന ഡബിൾ ചെലവാകുന്നുണ്ട് മാസം. എന്നിട്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മോട്ടിവേഷൻ എവിടെന്നാ? യൂട്യൂബ് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പം ഇന്നലെ തുടങ്ങിയാൽ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 8 മാസം കണ്ടായിരുന്നു. അത് 1 മില്യൺ ആറായെന്ന് തോന്നുന്നു. ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് 1 മില്യൺ ആവും. അതിന് മുമ്പേ എനിക്ക് ചാനൽ ഉണ്ട്. ചില പഴയ ചാനൽ ഇപ്പോഴും ഉണ്ട്. ഗെയിമിംഗ് ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു, അതൊരു 2-2.5 വർഷമായി. അതിന് മുമ്പേയും കുറച്ച് ചാനൽസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അത് ഒരേ സമയത്ത് ഒരേ റീസൺ കാരണം അത് വർക്ക്ഔട്ട് ആയില്ല. ഞാൻ പല കാര്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ പൈസ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ. പക്ഷെ പിന്നെ ഓർത്ത് ഇത്രയും പൈസ എനിക്ക് ഇത്ര റോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അവന് തുടക്കത്തിൽ ഞാൻ 2-3 വർഷം മുമ്പ് ചിന്തിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ചത്. പിന്നെ ഇപ്പം ഞാൻ എന്റെ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം വീട്ടിലെത്തിയിട്ട് 8 മാസമേ ആയുള്ളൂ. ഈ ചാനൽ തുടങ്ങിയിട്ട് 8 മാസമേ ആയുള്ളൂ. എന്തോ ഒരു കാര്യത്തിന് ഞാൻ വന്ന് തുടങ്ങി, പിന്നെ അതായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ വന്നപ്പോ തന്നെ ഒരു ഇതിലങ്ങോട്ട് മോട്ടിവേഷൻ അങ്ങോട്ട് തുടങ്ങി. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഐഡിയ എവിടെ നിന്നായിരുന്നു കിട്ടിയത്? ഇങ്ങനത്തെ ഒരു സംഭവം ഓൾറെഡി നല്ലതായിട്ട് കുറെ ആൾക്കാർ ചെയ്യുന്നത്. ഇത് എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ല. യൂട്യൂബിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറെ വർഷമായില്ല യൂട്യൂബിൽ, എല്ലാവരും ഓരോന്നൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാ. അപ്പൊ ഇന്നോവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓൺ ഗ്രൗണ്ട് കേരളത്തിൽ എനിക്ക് അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ചെയ്തേക്കാം. ഇപ്പം 1 മില്യൺ അടിക്കാറായിട്ട് നിൽക്കുവാണ് ചാനലില്. അപ്പൊ 1 മില്യൺ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? ഇനി കുറെ പൈസ ഒക്കെ കൊടുത്തിട്ടൊക്കെയാണോ ചെയ്യാ? ഞാൻ ഓൾറെഡി ഒരു 1 മില്യൺ അടിച്ച കഴിഞ്ഞ മാസം. അതല്ലേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത്. വേറെ ചാനലില്ല, വേറെ ചാനലിൽ 1 മില്യൺ കഴിഞ്ഞ മാസം അടിച്ചോളൂ. അതിപ്പോ 2 മില്യൺ ആവും ഈ 2 ആഴ്ച കഴിഞ്ഞ മാസം അടിച്ചപ്പോ അതിനുള്ളിൽ ഇപ്പത്തേക്കും 2 മില്യൺ ആവാറായ. ഏകദേശം അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ വീഡിയോ ഇടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. എനിക്ക് സബ് എന്തോ അറിയാം, അവര് സബ് ചെയ്യുന്നുണ്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഇടാത്തതിന് ഞാൻ ഏറ്റവും കുറവാണ്. ഷോർട്സ് ക്രിയേറ്ററിനൊക്കെ സാധാരണ ഒരു മാസം ഒരു ടോപ്പിലുള്ള ഷോർട്സ് ക്രിയേറ്റേഴ്സ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു 30 വീഡിയോ കൂടുതലിടും മാസം. ഞാനിടുന്ന 5 എണ്ണമൊക്കെ. എന്റെ എണ്ണവും കുറവാ. എണ്ണവും കൂടുതലാണ് പെട്ടെന്ന് അടിച്ചേനെ. അപ്പൊ ഇങ്ങനെ ഇത്രയും റീച്ച് കിട്ടണത് ഈ ഒരു ചുരുങ്ങിയ ഒരു സമയം കൊണ്ട്? ഇപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലൊരു 7-8 മാസമേ ആവുന്നുള്ളൂ. പക്ഷെ അതിനിടയിൽ ഇതപ്പോ 1 മില്യൺ ആവുമ്പോൾ അപ്പൊ ആ ഒരു റീച്ച് ഇത്രയും വേഗം എങ്ങനെയാ കിട്ടണേ? യൂട്യൂബിൽ എനിക്കിപ്പം ഷോർട്സുമായിട്ട് ചെയ്തത് എനിക്ക് ഷോർട്സ് അറിയാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ തുടക്കത്തിൽ 1/2 മണിക്കൂർ തന്നെ കാണുമ്പോൾ മനസ്സിലായത് വൈറൽ പോവില്ല. അപ്പം പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഐഡിയാസും വൈറാലിറ്റി ബേസ് ചെയ്ത് മാത്രം ചെയ്യുന്നത്. ഞാൻ കൂടുതൽ എന്റർടൈൻമെന്റ് ആസ്പെക്റ്റാണ് നോക്കാറുള്ളത് ഏറ്റവും കൂടുതൽ. ഞാൻ ആ സമയത്ത് ആ വഴിയിൽ ഇപ്പൊ ആരെന്റെ മുമ്പിൽ വരുമ്പോഴും ഞാൻ ചെറുതായിട്ട് ചില സമയത്ത് പ്രിഫറൻസ് കാണിക്കും. ഇപ്പൊ ആർക്കെങ്കിലും പൈസ വേണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് പ്രിഫറൻസ് കാണിക്കും. അല്ലാതെ മോസ്റ്റ്ലി എന്റർടൈൻമെന്റ് ആസ്പെക്ട് ആണ് നോക്കാറുള്ളത് ഹെവിലി. എന്നുവെച്ചാൽ ആൾക്കാർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും, അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് പിന്നെ നല്ലതായിട്ട് വ്യൂസും ഉണ്ട്. ഫസ്റ്റ് ഇട്ട ഷോർട്സിന് നല്ല വ്യൂസ് കയറിയില്ലേ? ഫസ്റ്റ് ഇട്ട ഷോർട്സ് തുടക്കത്തിൽ കയറില്ല. ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇട്ടൊരു
രണ്ടര ആഴ്ച കഴിഞ്ഞിട്ട് ആ ഷോർട്സ് ഒറ്റയടിക്ക് കയറി. പിന്നെ അതിന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസും സെയിം ലെവലിലാണെങ്കിൽ എല്ലാത്തിനും വ്യൂസ് കയറും. അങ്ങനെ എല്ലാത്തിനും തന്നെ കയറി. എല്ലാത്തിനും ഒരു സിമിലർ ലെവൽ വേണം. കണ്ടിരിക്കുന്ന തന്നെ ഇരിക്കുന്ന എല്ലാം ഒരെണ്ണം കൊള്ളാം ബാക്കിയുള്ള ഒന്നും നടക്കത്തില്ല. പക്ഷെ ചേട്ടന്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആണ് കൂടുതൽ. നമ്മുടെ വീഡിയോ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 5 6 ആകെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതെന്താ ലോങ് വീഡിയോ അധികം ചെയ്യാത്ത? ലോങ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട്. ഷോർട്സ് വെച്ച് റവന്യൂ കുറവാണ്, കുറെ കുറവാണ്. ഇപ്പം ഒരു 10 ലക്ഷം പേര് ലോങ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മിനിമം 25,000 രൂപയെങ്കിലും കിട്ടും. ഷോർട്സിൽ 10 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ മിനിമം കിട്ടുന്നത് 400 രൂപ ആയിരിക്കും. നല്ല ഡിഫറൻസ് വരും. 400 രൂപ അത്രയൊക്കെ വരത്തുള്ളൂ. നമുക്ക് ഞാൻ കൊടുക്കുന്ന പൈസ എനിക്ക് തിരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ലെവലെങ്കിലും ആക്കണമെങ്കിൽ കോടികളിൽ വ്യൂസ് വേണം. ഈ ജസ്റ്റ് മില്യൺസ് ഷോർട്സിന് കോടികളിൽ വേണം. ഞാൻ ലോങ് ചെയ്യാത്ത മെയിൻ റീസൺ ഞാൻ ഉദ്ദേശിക്കുന്ന ലോങ് ചെയ്യാൻ എനിക്ക് നല്ല ക്യാഷ് വേണം. ആ സർപ്ലസ് ഓഫ് ക്യാഷ് ഇപ്പൊ തൽക്കാലം പയ്യെ ചെയ്യാന്നുള്ള രീതിയിൽ ഇതുവരെ ഞാൻ ലോങ്ങിലോട്ട് അത്രയ്ക്ക് പെട്ടെന്ന് ചാടാത്ത. ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനത്തെ ലോങ് വീഡിയോസ് ഒക്കെ അത് പെട്ടെന്ന് വരും. ഞാൻ ഈ ഫൈനാൻഷ്യൽ എല്ലാം സെറ്റ് ആക്കി എടുക്കട്ടെ. സ്മൂത്ത് സെയിലിംഗ് ആയിട്ടില്ല ഇപ്പോഴും എനിക്ക് നല്ല ഗ്രൈൻഡ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു സിംഗിൾ ചാനൽ മാത്രമല്ല, പല ചാനലും ഉണ്ട്. ആ എല്ലാ ചാനലിലും കൂടിയാണ് ഞാൻ എല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്. ഒറ്റ ചാനൽ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആക്ച്വലി ഈ വീഡിയോസ് ഒക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? വീടിന്റെ ആ ഒരു ഭാഗത്തുനിന്നോ അതോ പുറത്ത് എവിടെയെങ്കിലും പോയി ചെയ്യോ? ഞാൻ ടൗണിൽ പോയി എല്ലാരും പറഞ്ഞ ഒരു ലൊക്കേഷൻ തന്നെ എപ്പോഴും എടുക്കുമല്ല. അതിന് വലിയ റീസൺ ഒന്നും ഇല്ല. ആ ഭാഗത്ത് ഞാൻ വരും. എനിക്ക് ഇപ്പൊ വന്നോന്ന് ഇപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ മാത്രമാണെന്ന് അറിയത്തില്ല. ആലപ്പുഴയിൽ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ആൾക്കാർ പെട്ടെന്ന് കൂടും. ആൾക്കാർ പെട്ടെന്ന് കൂടും. എന്നെ കണ്ട ആൾക്കാർ എപ്പോഴും വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് പിന്നെ ഒരേ ലൊക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവർ എന്നെ നോക്കും. ഞാൻ അവിടെ ഉണ്ടാകും. ഞാൻ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം വരുന്ന അവിടെ എല്ലാവരും നല്ല അന്വേഷിച്ച് കിടക്കുകയല്ലേ. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടം അവരെല്ലാം വന്ന് ഹായ് പറയുമ്പോൾ നല്ല സുഖം. അവിടെ മെയിനായിട്ട് ഒരു ലൊക്കേഷൻ ചെയ്യാൻ കാരണം അവിടെ കൂടുതൽ തിരക്കും ഇല്ല, കുറവ് തിരക്കും ഇല്ല. കുറച്ച് സമയത്തിൽ കുറച്ച് ആൾക്കാർ വരും. അതാകുമ്പോൾ എനിക്ക് അത്രയും ക്രൗഡ് കൂടത്തില്ല. ആ ഒരു മെയിൻ റീസൺ കാരണം അവിടെ തണലും ഉണ്ട് അവിടെ. അതെ, നമ്മൾ നോക്കുമ്പോ പുറത്തത്തെ വ്ളോഗേഴ്സ് ഒക്കെ ഇതേപോലെ കുറെ പേരുണ്ട്. പക്ഷെ കേരളത്തിൽ കുറവാ. നമ്മള് ഇതേപോലെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ഒരാളെ കിട്ടും എന്നൊക്കെ നോക്കും. പക്ഷെ ചേട്ടനൊക്കെ ഞാൻ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആലപ്പുഴ വരെ വരേണ്ടി വരും. ആലപ്പുഴ വരേണ്ടി വരും. ഞാൻ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫ്യൂച്ചറിൽ പറ്റത്തില്ല. എനിക്ക് ആക്ച്വലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ എറണാകുളത്തുള്ള മറ്റേ യൂട്യൂബിൽ നോക്കാനത്ത് കാണും. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് അവിടെ നിന്ന് കാണുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് കൊച്ചിന്നൊക്കെ. കൊച്ചിക്ക് ഇറങ്ങണം കേട്ടോ. കൊച്ചിയെ വന്നിട്ട് വീഡിയോ അന്ന് ഭയങ്കര തിരക്കായിരിക്കും. ദൈവത്തിൽ അറിയാം. അതായത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ ആലപ്പുഴയില് ചെയ്യാണെങ്കിലും ഇങ്ങനെ പോയി പരിചയപ്പെട്ടായിരുന്നോ കുറെ പേരെ? ഇപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പരിചയം വന്ന് പിന്നെ പ്ലാൻ ചെയ്ത് നിങ്ങള് പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് ആരും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത ആൾക്കാരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പേര് ആ സമയത്ത് ഞാൻ മോസ്റ്റ്ലി ആ സമയത്ത് അവർ എൻ്റെ വരും, വീഡിയോ ചെയ്യും, അവർക്ക് ആ പൈസ ഞാൻ കൊടുക്കും. ഒരാളെ ഞാൻ കുറച്ച് ഞാൻ നോക്കും എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു വൈബ് എന്ന്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് കാണാൻ നല്ലൊരു വൈബ് വേണം. അതും കൂടി ഞാൻ നോക്കുന്നതായിട്ട് എനിക്ക് നല്ലൊരു വൈബ് ഫീൽ ചെയ്യായിരുന്നു. അവരായിട്ട് തന്നെ ചെയ്യും. പക്ഷെ ചില സമയത്ത് വെറും റാൻഡമായിരിക്കും. ചില പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം ഒരു പെൺകൊച്ചിങ്ങനെ നടന്നു വരുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ് എന്താണ് 5 മിനിറ്റില് 5,000 രൂപ തരാം, 5 മിനിറ്റ് നിങ്ങൾ കൂട്ടുകാരനെ വിളിച്ചിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 ഫുൾ എടുക്കാന്ന്. ഒരു 5 മിനിറ്റ് കഴിയും തോറും ഞാൻ 500 രൂപ കുറയ്ക്കും എന്ന് പറഞ്ഞു. ആ കൊച്ചിന്റെ കൂട്ടുകാരൻ 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ വന്ന് 400-500 രൂപ മേടിച്ചിട്ട് വലിയ നല്ല വ്യത്യാസം. അത്രയ്ക്ക് റാൻഡം ആയിട്ട് വീഡിയോസ് കിട്ടും. അതെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കണ്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു വൈബ് തോന്നാത്ത എന്തെങ്കിലും ഇരുന്നുണ്ടോ? വൈബ് തോന്നാത്തായിട്ട് ഇരുന്നിട്ടില്ല. അങ്ങനെ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് ചിലവര് നമുക്ക് അത്രയ്ക്ക് റിയാക്ഷൻ തരത്തില്ല. പക്ഷെ എന്നാലും കണ്ടന്റ് നല്ലതായതുകൊണ്ട് അപ്പോഴും അതിന് വ്യൂസ് ആണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആ കോൺസെപ്റ്റ് നല്ലതാണ്. എല്ലാവർക്കും അത്രയ്ക്ക് റിയാക്ഷൻ വരണമെന്നില്ല ഓൺ ക്യാമറ. പിന്നെ ഞാൻ ക്യാമറ എടുത്തെങ്കിൽ മുഖത്തേക്ക് വെക്കുന്നതുകൊണ്ട് ആൾക്കാർ കുറച്ച് ടിമിഡ് ആയിരിക്കും. അല്ലെ ആരെങ്കിലും പറയോ പറ്റില്ല ഈ സാധനം ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറിയിട്ടൊക്കെ ഉണ്ടാവും. നമ്മള് ചെയ്യുമ്പോ അവർക്ക് കാണല്ലേ ഞാൻ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മോന്തേക്ക്. അവർക്ക് വല്ലതും ഇഷ്യൂസ് ഉണ്ടായാലും അപ്പൊ തന്നെ പറയും. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ സംഭവിക്കും. പക്ഷെ ഇപ്പൊ വന്നോന്ന് ഇപ്പം കുറെ നാളായി, ഇപ്പൊ 6-7 മാസമായില്ലേ. അപ്പൊ ആൾക്കാർ തന്നെ വരും. നേരത്തെ ഞാൻ തപ്പിപ്പോണായിരുന്നു. ഇപ്പൊ തപ്പിപ്പോണ്ട ഞാൻ അവിടെ ലൊക്കേഷൻ എത്തി നിന്ന് ക്യാമറ ട്രൈപോഡിൽ വെക്കുന്ന നേരെ ഉള്ളു. ആൾക്കാർ തന്നെ പിന്നെ ഒന്ന് നോക്കും. ഞാൻ ഒരു വൈബ് നോക്കും. പിന്നെ അല്ലെങ്കിൽ വൈബിനെക്കാട്ടിയും പൊക്കത്ത് ഞാൻ ഇൻട്രോയിൽ എടുത്തിട്ടില്ല. ഇൻട്രോയിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും വരുന്നൊക്കെ അപ്പൊ നോക്കാന്ന് പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വൈബ് കാര്യങ്ങളൊക്കെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഏതാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കണോ അങ്ങനെ കിട്ടിയുള്ള വീഡിയോ ഏതാ? അല്ലെ, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. അങ്ങനെ പൈസ വേസ്റ്റ് ആയി പോയെന്നേ ഇല്ല.
ഒരു പ്രാവശ്യം ഒരു ചേട്ടൻ ഇങ്ങനെ റാൻഡം വീഡിയോ ചെയ്തായിരുന്നു വെച്ചാൽ ഒരു ചെക്ക് ബ്ലാങ്ക് ചെക്ക് അല്ലേ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട് ആയിട്ട് 2000 രൂപയുണ്ട്. ഞാൻ ഒരു ചേട്ടന് ചോദിച്ചത് നിങ്ങൾക്ക് 2000 രൂപ വേണം അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് വേണമെന്ന്. ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറച്ചു നേരമായിട്ട് ഓർക്കും ആരെങ്കിലും അർഹിക്കുന്ന ആർക്ക് പൊക്കോട്ടെന്ന്. സാറിന് ഞാൻ അത്രയ്ക്ക് ഫോക്കസ് ചെയ്യാറില്ല, ആ റാൻഡം ആയിരിക്കും, എനിക്ക് റാൻഡം ആസ്പിരിംഗ് നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് ഒരു ചേട്ടൻ അപ്പുറത്തെ റോഡ് സൈഡിൽ കൂടി നടന്നു പോവുക. ഞാൻ വെറുതെ ഇവിടെ നിൽക്കുന്നത്, ഞാൻ ചേട്ടനെ കണ്ടു, ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ചേട്ടൻ വന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടൻ ഞാൻ ചോദിച്ചു ഈ ചെക്ക് വേണം അല്ലെങ്കിൽ ഈ 2000 രൂപ വേണമെന്ന്. ചേട്ടൻ പറഞ്ഞു 2000 വേണ്ട, ചെക്ക് തന്നാൽ മതി. ചെക്കിനത് 5000 രൂപ ഉണ്ട്. ബ്ലാങ്ക് ചെക്ക് അല്ല, ഒരു തുക എഴുതിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവർക്ക് അറിയത്തില്ല, ആ ചേട്ടൻ അറിയത്തില്ല എത്ര തുകയെന്ന്. ചേട്ടൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ 5000 ഉണ്ടെന്ന് ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടൻ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ ഇപ്പൊ എവിടെ നിന്നൊക്കെ പൈസ ചോദിച്ചിട്ട് ഇറങ്ങി വരുക. അപ്പൊ ചേട്ടന് സിറ്റുവേഷൻ മഹാമോശമായിരുന്നു. എനിക്കത് അറിയത്തില്ല, ജസ്റ്റ് റാൻഡം ആയിട്ട് ഒരാൾ അപ്പുറത്തുനിന്ന് നടന്നു പോയി വിളിച്ച്, അതൊരു നല്ല ഫീൽ ആയിരുന്നു. ആ സമയത്ത് അപ്പ അറിഞ്ഞു ഞാൻ അത്ര അതും ചിന്തിച്ചോണ്ടല്ല, ജസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അർഹിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുമെന്ന്. അത് റാൻഡം ആയിട്ട് വീണു. അങ്ങനെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു ലേറ്റസ്റ്റ് വീഡിയോയിലായാലും ഏതൊരു പൈസ ഡൊണേഷൻ ചെയ്തിട്ട് ചാരിറ്റി കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഡൊണേഷൻ കൊടുത്ത പൈസ എന്റെയാണ്, ഡൊണേറ്റ് ചെയ്ത പൈസ ഞാൻ തന്നെ പൈസ വെച്ചിട്ടുണ്ട്. ആൾക്കാര് നിങ്ങൾക്ക് ഇത് ഡൊണേറ്റ് ചെയ്യണോ ഇല്ലെന്ന് ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. അവർക്ക് വേണം അവരുടെ പൈസ തരാം, അല്ലെങ്കിൽ എന്റെ പൈസ എടുത്ത് ഡൊണേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതൊക്കെ കുറെ പേര് കണ്ട് നല്ല വൈറലായിട്ടിരിക്കുന്നത്, നല്ല വൈറലായി പോയൊരു സംഭവമാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഇതേപോലെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന കണ്ടന്റ് ഒക്കെ എടുക്കാം, ഈ ഒരു കണ്ടന്റ് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പണി കിട്ടിയ വല്ല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? പണി ഞാൻ കുറെ നല്ല പൈസ ഇറക്കുന്നതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് എക്സ്റ്റൻസീവ് ആയിട്ട് നോക്കും, പോകത്തില്ലെന്ന്. ചില സമയത്ത് ചെറുതായിട്ടൊക്കെ ചീറ്റി പോകാറുണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്ക് മോശമല്ല. ഇൻ നോ സ്റ്റാൻഡേർഡ് അത് മോശമല്ല, അത് എന്റെ എന്ന് വെച്ചാൽ ഇത്രയും പൈസ ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ എനിക്ക് വേണം. അതിൽ നിന്ന് കുറച്ച് കുറവന്നേ ഉള്ളൂ, അങ്ങനെ അല്ലാതെ ഹെവി ആയിട്ട് എനിക്ക് മോശം വീഡിയോസ് വന്നിട്ടേ ഇല്ല. അല്ല, മോശം വീഡിയോ ഇൻ ദ സെൻസ് ഇപ്പം പുറത്ത് പോയിട്ട് അറിയാത്ത ആൾക്കാരായിട്ടാണല്ലോ ഈ കണ്ടന്റ് മീൻസ് എടുക്കുന്നേ. അപ്പൊ അവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു പണി കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചത്. എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോ തുടക്കത്തിലൊക്കെ ആൾക്കാര് കള്ളപ്പണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചില ആന്റിമാര് എന്നെ പോലീസ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിറ്റാറില്ല. ഞാൻ ജസ്റ്റ് 5 രൂപയ്ക്ക് 5 രൂപ തരുമെന്ന് ചോദിച്ചു. ഞാൻ 500 നോട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞത് അയ്യോ വേണ്ട, പോലീസ് കേസ് കൊടുക്കുവേ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ വിറ്റായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വലുതായിട്ടില്ല. ഇപ്പൊ എനിക്ക് ആ ഏരിയ ഞാൻ സിമിലർ എപ്പോഴും ഒരേ ഏരിയ ആയതുകൊണ്ടില്ല, ആൾക്കാർക്ക് എന്നെ അറിയാടാ. അവിടുത്തെ കടക്കാരാണെങ്കിലും മുമ്പിലുള്ള ഓരോ ഷോപ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവ്. ഞാൻ വല്ല ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെ ചെയ്തോട്ടെന്ന് ചോദിച്ചാലും ഒരാൾ സൈക്കിൾ കൊടുക്കാൻ ഒരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് 3 ദിവസം എടുത്ത് ചെയ്ത വീഡിയോ. തുടക്കത്തിൽ വന്ന് ഞാൻ തപ്പി ഒരാളെ ആർക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് എനിക്കൊരു വൈബ് ഫീൽ ആയില്ല, ഞാൻ കൊടുത്തില്ല. 2ാമത്തെ ദിവസം വന്ന് എന്നിട്ടും നടന്നില്ല. 3ാമത്തെ ദിവസം അപ്പൊ എവിടെയും സൈക്കിൾ വെക്കണ്ടേ, വീട്ടിലോട്ട് കൊണ്ടുപോയി നടക്കാറില്ല. അപ്പൊ അവിടെ ഒരു ജോൺസന്റെ അംബ്രല്ലയുടെ ഷോറൂം ഉണ്ട്, അവിടെയും വെച്ച് അങ്ങനെ ഹെൽപ്ഫുൾ അവിടെ ആൾക്കാരൊക്കെ. അതെ, എല്ലാവരും ഭയങ്കര സഹായകാരികളാണ്. അപ്പൊ ഈ സൈക്കിൾ കൊടുക്കുന്ന ടിഷ്യൂ ചോദിക്കുമ്പോൾ ഞാൻ പറയാം, അപ്പൊ നമുക്ക് തോന്നിയാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ? അല്ലല്ല, ഞാൻ തുടക്കത്തിൽ ആ 2 ദിവസത്തെ ഞാൻ ചോദിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ എക്സ്ചേഞ്ച് ആ വീഡിയോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമെങ്കിൽ എടുത്തോ. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നതാണ് ആൾക്കാർ റിജക്ട് ചെയ്യുക, അവരെന്നെ വേണ്ടെന്ന് പറയുക. റിജക്ട് ചെയ്ത് അവസാനം ഒരു പെൺകൊച്ചിന് അത് കിട്ടിയത്. ആ കൊച്ചിന് അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്ന സൈക്കിള്, ആവശ്യം ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ സൈക്കിളിൽ നല്ലൊരു കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്ത് ആ കൊച്ചു മേടിച്ചിട്ടുണ്ട്. ആൾക്കാർ നല്ല ഇഷ്ടപ്പെട്ട വീഡിയോ. അതും എന്തോ കാര്യത്തിൽ ഞാൻ തപ്പും, പക്ഷെ കറക്റ്റ് സ്ഥലത്ത് തന്നെ പോവുകയും ചെയ്യും. ഈ പൈസ ആണെങ്കിലും സാധനം കൊടുക്കുന്നയാണെങ്കിലും ഞാൻ അത്രയ്ക്ക് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ പോലും അവിടെ എന്തോ ഞാൻ ചിലപ്പം എന്താ അറിയത്തില്ല, അങ്ങനെ പോവാറുണ്ട്, കുറെ പ്രാവശ്യം പോകാറുണ്ട്. അല്ല, എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയ സൈക്കിള് എന്താ ചെയ്തത്? ആ സൈക്കിള് ഞാൻ എങ്ങനെയൊക്കെ മെനക്കെട്ട് വീട്ടിൽ ചവിട്ടി എത്തിച്ചു. എന്ന് വെച്ചാൽ അതിന് ചെയിൻ ഊരിപ്പോയി ചവിട്ടും തോറും സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കൊണ്ടിരിക്കുക. അതിന് ബ്രേക്കും ഇല്ല. അത് ചവിട്ടി വീട്ടിൽ എത്തിച്ചു. ഞാൻ വിചാരിച്ചു നീ അച്ഛനെ വിളിപ്പിച്ചായിരുന്നു. അച്ഛനെ കൊണ്ട് ആയിട്ട് അച്ഛനെ വിളിപ്പിച്ച് ഞാൻ പറഞ്ഞ അങ്കിളെ ഇങ്ങനെയാണ് സൈക്കിൾ കൊടുക്കണമെന്നുണ്ട്, കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്കിൾ പറഞ്ഞ കൊടുത്തോന്ന്. ഓബ്വിയസ് ആണ്, ഞാനൊരു സ്ട്രേഞ്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിക്കത്തില്ല. അപ്പം മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ച് സൈക്കിള് ഇനി നാളത്തേക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തേക്കാലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എവിടെയും കളഞ്ഞ എനിക്ക് വേണേ അവിടെ തന്നെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകും. ഞാൻ വീട്ടിൽ വെച്ച് ഇപ്പോഴും അത് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഈ ഏറ്റവും കൂടുതൽ ഒരു പൈസ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഞാൻ ഒരു 100 പേർക്ക് ആഹാരം കൊടുത്തിരുന്നു. അതിനകത്ത് ഏകദേശം എനിക്ക് 10000 രൂപ ചെലവായി.
17, പിന്നെ ചില വീഡിയോക്കകത്ത് 20,000 ചിലതായത് ഉണ്ട്. ഏകദേശം 20 ഇപ്പം ഷോർട്സിൽ. പക്ഷെ ഷോർട്സിൽ അത്രയും പൈസ ഇടുന്നത് സസ്റ്റൈനബിൾ അല്ല. എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോക്കകത്ത് ഒടുക്കത്തെ പൈസ ഇടാം. ഒരു വീഡിയോക്കകത്ത് ഒടുക്കത്തെ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് ചെയ്തു പോകണ്ടേ, ഒരു വീഡിയോ മാത്രമല്ല ഇടുന്നത്. അതുകൊണ്ട് മോസ്റ്റ്ലി 20,000 വരെയൊക്കെ പോയിട്ടുണ്ട്. 20,000 രൂപക്ക് ഒരു ഷോർട്സിന് വേണ്ടിട്ട് തന്നെ 2 പേർക്ക് ഞാൻ 10,000 കൊടുത്തിട്ട് ചെലവാക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ചേട്ടനെ പോലെ തന്നെ എന്താ പറയാ, അതേപോലെ ഒരു സെയിം കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നിക് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരാള്. അപ്പം എപ്പോഴെങ്കിലും ഒരു കോമ്പറ്റീറ്റർ എന്നൊരു നിലയിൽ തോന്നിയിട്ടുണ്ടോ? നിക് വ്ളോഗ്സുമായിട്ട് ഒരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ രണ്ട് സെയിം നാട്ടുകാരൻ, ആലപ്പുഴ. ഞാൻ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല. എനിക്കറിയാം, എന്റെ വീടിന്റെ എവിടെയോ കുറച്ച് 3-4 കിലോമീറ്ററിന് അടുത്താണ്. എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല മീറ്റ് ചെയ്യാൻ. ഞാൻ പൊതുവെ കണ്ടിട്ടില്ല ഇവിടെ വെച്ച്. എനിക്ക് അങ്ങനെ കണക്ഷൻ ഇല്ല. ഞാൻ റീസെന്റ് ആയിട്ട് കയറി വന്നേ. ഞാൻ മെയിൻ സ്ട്രീമിൽ ഇല്ലായിരുന്നു. 2 രീതിയുണ്ട്. ഞാൻ ഗെയിമിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഗെയിമിങ്ങിന്റെ ബന്ധപ്പെട്ട് തന്നെ കേരളത്തിലുള്ള പിള്ളേർക്കൊക്കെ അറിയാം, മൈൻക്രാഫ്റ്റ് കളിക്കുന്നു പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം മെയിൻ സ്ട്രീമിൽ കയറിയിട്ട് ഇപ്പം ഒരു 8 മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ കയറി വന്നേ ഉള്ളൂ. അപ്പം ആൾക്കാർക്ക് പരിചയം കാണുന്നില്ല, എന്റെ വീഡിയോസ് കണ്ടു കാണിച്ചത്. അതെ, ഈ ആലപ്പുഴക്കാരൊക്കെ ഭയങ്കര മനസാക്ഷിയുള്ള ആൾക്കാരെ തോന്നുന്നല്ലേ? ഇത് എല്ലാവരും ആലപ്പുഴയിൽ തന്നെ. എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കും തോന്നുന്നു. നിക് വ്ളോഗ്സ് വലിയ കണ്ടന്റ് പക്ഷെ ഡിഫറെന്റ്. അവൻ കുറച്ചുകൂടി എന്നെക്കാട്ടി നല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതുമാണ്. പിന്നെ അവൻ തപ്പി പിടിച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്നാലും ഞാൻ പറഞ്ഞത്, ഞാൻ കൂടുതൽ എന്റർടൈൻമെന്റ് ആസ്പെക്ട് കൂടുതൽ നോക്കാറുള്ളൂ. കാണാൻ രസമായിരിക്കണം, അതാണ് എനിക്ക് ഏറ്റവും മെയിൻ. കാണുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ കൂടുതൽ സെൻഡി കാര്യങ്ങള് പേഴ്സണലി അത്ര പ്രിഫർ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കാണുന്നത്. എന്റെ വീട് ഞാൻ കാണാതെ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നു, അതാ എനിക്ക്. അപ്പൊ സെൻഡി കാര്യങ്ങൾ ഞാൻ കുറച്ച് ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും എന്റെ വീഡിയോക്ക് അത് കരഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഞാൻ കട്ട് ചെയ്ത് കളയും, ഞാൻ കാണിക്കത്തില്ല. എനിക്ക് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനത്തെ റിയാക്ഷൻ ഞാൻ കാണിക്കാറില്ല. ഞാൻ മോസ്റ്റ്ലി ആ ഭാഗത്തെടുത്ത് കളഞ്ഞേക്കും. ആൾക്കാർ അറിയേണ്ട ആവശ്യമില്ലെന്നുള്ള രീതിയിൽ വേണ്ട, എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇഷ്ടമല്ല വീഡിയോ. അതുകൊണ്ടാണ് തെറ്റൊന്നുമില്ല ഫീൽ. മനസ്സിലായി. ഞാൻ ചോദിക്കാം, അങ്ങനെ ആരെങ്കിലും ഇതേപോലെ പൈസ കിട്ടുമ്പോ ഭയങ്കര ഒരു കുറെ ആൾക്കാർക്ക് വെച്ചാൽ ചില സമയത്ത് എന്നെ ഇങ്ങനെ പൈസ മാത്രമല്ല, എന്റെ ചിലവരൊക്കെ എന്റെ നമ്പർ, ഞാൻ ഒരു ജിമ്മിൽ പോകും, ജിമ്മിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് എന്റെ നമ്പർ മേടിച്ച് എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ട്. പൈസയുടെ ആവശ്യം വേണമെന്നൊക്കെ പറഞ്ഞ് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ കുറച്ച് കോൾസ് വന്നിട്ടുണ്ട്. അത് പറയണ്ട, അത് ശരിയാത്തില്ല. ആ ഒരു പെൺകൊച്ചായിരുന്നു വിളിച്ചത്. ആ സിറ്റുവേഷൻ കുറച്ച് അത്രക്കാല സിറ്റുവേഷൻ അല്ല. പറഞ്ഞാൽ ആൾക്കാർക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ദഹിക്കത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഞാൻ അതിന് ചോദിച്ചു, ഇത് സ്വന്തം ഉണ്ടാക്കി വെച്ചതാണ്. എന്നാലും പിന്നെ ആവശ്യം എനിക്ക് കുറച്ച് പൈസ ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് നോക്കി, ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ അറിയത്ത പോലും ഇല്ല. വേണമെങ്കിൽ എന്റെ ഒരു വീഡിയോക്കകത്ത് വന്നു, വീഡിയോക്കകത്ത് വരാൻ താല്പര്യം, വീഡിയോക്കകത്ത് പക്ഷെ വീഡിയോക്കകത്ത് വരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും ആട്ടെ, പൈസ ഞാൻ കുറച്ച് കൊടുത്തു. ഇപ്പം 8 മാസമായിട്ടുള്ള ഇവിടെ വന്നിട്ടൊക്കെ അപ്പം ശരിക്കും എവിടെയായിരുന്നു ഈ മറ്റേ ബാക്കി പഠിത്തവും കാര്യങ്ങളും? അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി എല്ലാ 2 വർഷം ചാടിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓൾമോസ്റ്റ് നല്ലതായിട്ട് ഇന്ത്യ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ 12th കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തത് രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിൽ 4 വർഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ IT ഫീൽഡിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ ഒരു ഏകദേശം 2-3 വർഷം ചെയ്തിട്ട് പിന്നെ കേരളത്തിലോട്ട് വരുന്നു. ഇപ്പൊ ഇവിടെ സെറ്റിൽ ആവാൻ എനിക്കറിയില്ല. ഇപ്പൊ നല്ലതായിട്ട് പോകുന്നു. എത്ര ആള് പോകുന്നത് ദൈവത്തിന് അറിയാം. എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോ ഫുള്ള് ഹിന്ദിയിൽ ഉള്ള ഒരു റീൽസ് ആണ് കണ്ടേക്കുന്നത്. അതെന്താ, അതൊരു ഓൾ ഇന്ത്യ ഒരു റീച്ച് കിട്ടാനുള്ള ഒരു പ്ലാനിങ് ആണോ? ഓൾ ഇന്ത്യ റീച്ച് വേണം. ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും മുഖത്ത് തന്നെ കയറണം. കേരളത്തിലാണ് ഇപ്പൊ സബ്സ്ക്രൈബർ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര വീഡിയോസ് ഇട്ടിരിക്കുന്നു? 50 വീഡിയോസ്. ഷോർട്സ് ക്രിയേറ്ററിന് പെട്ടെന്ന് സബ് കയറും, അതൊരു നോണാണ്. അപ്പൊ പിന്നെ എനിക്ക് വേണമെങ്കിൽ കൂടുതൽ വീഡിയോ ഇട്ട് പെട്ടെന്ന് സബ് കയറ്റിക്കാം. കയറ്റിക്കാന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു വീഡിയോക്കകത്ത് സബ് ചെയ്യണമെന്നൊക്കെ റയർ ആയിട്ട് വല്ലപ്പോഴും പറഞ്ഞു കാണത്തുള്ളൂ. അപ്പം ആൾക്കാർ തന്നെ സബ് ചെയ്യും. അപ്പൊ ഞാൻ ഷോർട്സിന് കൂടുതൽ വീഡിയോസ് ഇട്ട് കൂടുതൽ പെട്ടെന്ന് സബ് കയറും. ഇപ്പൊ കേരളത്തിൽ എനിക്ക് ഒരു ടോപ്പ് യൂട്യൂബറിന്റെ സ്പേസ് വേണം താല്പര്യമുണ്ട്. അതിപ്പം എന്തായാലും ഇത് നടക്കും. കുറച്ച് വേണം, പെട്ടെന്ന് വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ സാവകാശം ഞാൻ പോകുന്ന പൈസ നടക്കും. പാൻ ഇന്ത്യയുടെ ആഗ്രഹം അത് തന്നെയാണ്. പാൻ ഇന്ത്യ ഇപ്പൊ ഓൾമോസ്റ്റ് 2 മില്യൺ ആറായി. കേരളം ഇപ്പൊ 1 മില്യൺ അടിക്കുന്നേ ഉള്ളൂ. പാൻ ഇന്ത്യ തുടങ്ങിയിട്ട് ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമായിട്ടുള്ളൂ. ഇതിനെക്കാട്ടിലും കുറവ് സമയം വെച്ചാൽ കുറെ ആൾക്കാരില്ലേ അവിടെ. ഇതിനെക്കാട്ടിലും കൂടുതൽ വ്യൂസും ഉണ്ട്. മാസം ഏകദേശം 15 കോടി പേര് കാണുന്നുണ്ട്, 10-15 കോടി പേര് കാണുന്നുണ്ട്. ഒരു 150 മില്യൺ വ്യൂസ് എങ്കിലും ഉണ്ട് എനിക്ക്. അതല്ലേ 5 വീഡിയോ ഇടുന്നതല്ല, അതിൽ കൂടുതൽ വ്യൂസ് ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. വീഡിയോ ഇടുന്നില്ലല്ലേ, അതാണ് കുഴപ്പം. ഇനിയിപ്പോ ഇറക്കാൻ പോണ ഇനിയിപ്പോ എന്താ ഇറങ്ങാൻ പോകുന്ന ഒരു വീഡിയോ എന്തെങ്കിലും? എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ ഒരു ബൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ പെട്ടെന്ന് കയറി ബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മാസത്തേക്ക് വേറൊരു കണ്ടന്റ് ഇടാൻ പറ്റത്തില്ലെന്നുള്ള ഇത് കാരണം ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് ബൈക്കാ കൊടുക്കുന്നത്? ഏത് ബൈക്ക്? ഞാൻ ഒരു RX 100 കൊടുക്കാൻ താല്പര്യം. എന്തൊരു വൈബിന് വേണ്ടി എനിക്ക്. പക്ഷെ അതിന് 40 എത്ര രൂപ ഉണ്ടാവുന്നു.
അപ്പോൾ അത് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും കൊടുക്കും. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് അത്രയും ചിലവാക്കി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി വീഡിയോ പോകത്തില്ല. എനിക്ക് റിട്ടേൺ കിട്ടാൻ പോകുന്നില്ല, 40,000 തിരിച്ച് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷം പേര് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ചെയ്തൂടെ? കുറച്ച് ലെങ്ത്തില് ലെങ്ത്തിൽ ചെയ്യാം, പക്ഷെ ലെങ്ത്തിൽ ഒറ്റയടി കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വ്യൂസ് കിട്ടത്തില്ല. ഞാനത് ആൾക്കാർ എന്റെ ലെങ്ത് വീഡിയോ ഉണ്ടെന്ന് കണ്ടറിഞ്ഞ് ശീലമായാലേ ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്തിരിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ആൾക്കാർക്ക് ഞാൻ ലോങ് ഇടുമെന്നുള്ളത്. ഷോർട്ടാ കൂടുതൽ എക്സ്പെക്ടേഷൻ. അപ്പൊ പിന്നെ ഇപ്പൊ ഷോർട്സ് ഒരു ട്രെൻഡും കൂടിയാണ്. ആൾക്കാർക്ക് ഇതുകൊണ്ട് ടൈം ഇല്ല ലോങ് ഇരുന്ന് കാണുക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഓഡിയൻസ് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈം പിടിച്ച പരിപാടി, ഒറ്റ ഇയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറെ വീഡിയോ ഇടണം, അത് ഞാൻ ചെയ്യുന്നില്ല. ആൾക്കാർ അറിയാതെ ക്യാമറ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ തുടക്കത്തിൽ ഈ ഞാൻ ചെടിക്കകത്ത് പൈസ ഒട്ടിച്ചു വെച്ചിട്ട് സൈഡിൽ നിന്ന് ക്യാമറ വെച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു ദൂരത്തിരുന്ന് ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കാണില്ല ക്യാമറ ആൾക്കാർ. അല്ല, ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർ അറിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനല്ല, പൈസ എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവര് എന്നെ കാണും, ഇവരൊക്കെ അറിയും പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്യൂ ഇല്ല വരുമ്പോഴേ. പക്ഷെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഞാനേതോ മൂലയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഒളി ക്യാമറ വെച്ചുകൊണ്ട് എടുത്തോണ്ട് പോയതെന്നൊക്കെ. അങ്ങനൊന്നും അല്ല, ആൾക്കാർക്ക് അറിയാം. ഏതൊരു എന്താണ് ഞാൻ പ്രാവശ്യം ഒരു ഡെലിവറി ഡോമിനോസിന്റെ ആണെന്ന് പിസ എന്ന ഡെലിവറി ഗൈഡ് ഞാൻ എത്ര സ്റ്റാർ തന്ന അത്ര പൈസ തന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 5 സ്റ്റാർ. ഞാൻ ഒരു പിസ മേടിച്ചു. അല്ലല്ല, ആ സമയത്ത് 500 രൂപ തുടക്കമായിരുന്നുണ്ട്. ഒരു പിസ മേടിച്ച് ഡെലിവറി ആളെ കൊണ്ട് തന്നെ കഴിപ്പിച്ചേ. പിസ കഴിപ്പിച്ചിട്ട് എത്ര റേറ്റ് കൊടുക്കുന്നു പറഞ്ഞു. നല്ലയാണോ ചീത്തയാണോ ഒരു 5-ല്. അപ്പൊ അയാള് 4 സ്റ്റാർ കൊടുക്കുന്നു പറയുന്നത് 400 രൂപ തുടക്കത്തെ വീഡിയോ ചെയ്ത്. അത് ഞാൻ സൈഡിൽ നിൽക്കും ഒരു മൂലയ്ക്ക്. അപ്പൊ ആൾക്കാരെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്, അത് ചെയ്ത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവിടെ വെച്ച് കട്ടാവോ വീഡിയോ. അത് കഴിഞ്ഞിട്ട് അയാൾ എന്നെ കണ്ട് എനിക്ക് ടാറ്റ പറഞ്ഞിട്ടാ പോയത്. അതൊന്നും ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടില്ല, ജസ്റ്റിഫൈ ചെയ്യണം എനിക്ക് താല്പര്യമില്ലാത്ത. അല്ല, പക്ഷെ ഇനിയിപ്പോ ചിലപ്പോ പിസ്സ ആൾക്കാർ ഡെലിവറി കൊണ്ടുവരും ചേട്ടന്റെ വീട്ടിലേക്ക്. ഇത് തന്നെ ഞങ്ങൾക്ക് കഴിക്കാലോ. ഞാൻ എന്റെ വീടിന്റെ അഡ്രസ് ഓൾമോസ്റ്റ് അറിയിക്കാതെ വെക്കുന്നത്. ഒരു വീട്ടിലെ ആൾക്കാർ വരാറുണ്ട്. അതെ, പൈസ ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് അങ്ങനെയാ. അതിപ്പം സ്വാഭാവികമാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ലിമിറ്റിൽ ഇരുന്നാ പിന്നെ ഒരു പ്രൈവസി കൂടി വേണ്ടേ. പക്ഷെ എന്നാലും കുറെ പേർക്കൊക്കെ അറിയാൻ തോന്നുന്നു. ഇത്രയും പ്രൈവസിയിൽ വെച്ചിട്ട് ആൾക്കാർ വരികയാണ്. നല്ല പ്രൈവസി വെച്ചിട്ട് എല്ലാവർക്കും അറിയാം എന്റെ വീട് എവിടെയാണെന്ന്. പക്ഷേ അതെ, ഈ ഷോർട്സ് ഒക്കെ ആക്ച്വലി റീച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഷോർട്സ് റീച്ച് ആകാൻ വേണ്ടിയുള്ള ടിപ്സ്, നിങ്ങൾക്ക് നല്ല റിട്ടൻഷൻ വേണം. ഷോർട്സ് ഇതൊക്കെ എല്ലാവരും പറയുന്നത്, പക്ഷെ നല്ല എന്താണ്, ഇപ്പൊ ഒരു ഷോർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 80% റിട്ടൻഷൻ വേണം വൈറൽ പോവാൻ. ചെറിയ വൈറലല്ല, വലിയ വൈറൽ പോലെ 85% റിട്ടൻഷനെങ്കിലും വേണം. വലിയ വൈറൽ എന്ന് പറയുമ്പോൾ കേരളത്തിലൊക്കെ ഒരു ടോപ്പ് ഉണ്ട്. കേരളത്തിലൊക്കെ ഒടുക്കത്തെ വൈറൽ എന്ന് പറയുന്ന ഒരു 5 മില്യണിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് നല്ല റീച്ചാണ്. 3.5 കോടി ആൾക്കാരെ ഉള്ളൂ. ഈ 10 മില്യൺ പോകുന്നേ കാണുമായിരിക്കും. ചിലപ്പോൾ ഈ സൗണ്ട് ഭാഷ മലയാളം സംസാരിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ അങ്ങനത്തെ വേറെ ഷോർട്സ് ക്രിയേറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ. അവർക്ക് ഇതിൽ കൂടുതൽ വ്യൂസ് കിട്ടും. അതെന്ന് വെച്ചാൽ അത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല കാണുന്നത്, പുറത്തുനിന്നും കൂടി കാണുന്നത്. പക്ഷെ കേരളീയകളും മലയാളികളും മാത്രം കണ്ടാണെങ്കിൽ ഒരു 50 ലാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 5 മില്യൺ ഒക്കെയാണ് ടോപ്പ്. അല്ലെങ്കിൽ ഒരു റെസ്പെക്ടബിൾ എന്ന് പറയുന്നത് 1.5-2 മില്യൺ. അതാണ് ഇപ്പൊ ടോപ്പിലുള്ള മിക്ക മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഇതുവരെ പോകും. പക്ഷെ എനിക്ക് ഹിന്ദി ചാനൽ ഉള്ളതുകൊണ്ട് അവിടെ നല്ല വൈറൽ എന്ന് പറയുമ്പോൾ 2 കോടി 3 കോടി 20 മില്യൺ 30 മില്യൺ അത്രയും പോകണം നല്ല വൈറൽ എന്ന് പറയുന്നത്. അതിലും ഇങ്ങനെ ഷോർട്സ് തന്നെയാണല്ലേ? അതിലും ഷോർട്സ് തന്നെ. അതിൽ ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എങ്ങനെ വൈറൽ ആവുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ? ഞാൻ പറഞ്ഞത് റിട്ടൻഷൻ 80% വേണം. നിങ്ങൾ ഇപ്പൊ എന്റെ ഒരു വീഡിയോ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ അല്ലേ ചെയ്യാറുള്ളത്. സ്ക്രോൾ ചെയ്യാൻ നേരം എന്റെ വീഡിയോ വരും. അപ്പൊ തന്നെ ഒരു 100 പേരിൽ നിന്ന് ഒരു 80 പേര് ഇരുന്ന് കാണണം. അത് 80 പേരിൽ നിന്ന് കുറച്ചെങ്കിലും കുറഞ്ഞാൽ പിന്നെ വൈറൽ പോകത്തില്ല. അതെന്ന് വെച്ചാൽ അത് സ്വൈപ്പ് റേഷ്യോ. പെട്ടെന്ന് കണ്ട ഉടനെ തന്നെ വേണ്ട എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വീഡിയോ പോകത്തില്ല. അപ്പൊ അതും നല്ലതായിരിക്കണം. കാണുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 80% കാണുകയും വേണം വീഡിയോ. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ വീഡിയോ വരലു. ഇത് രണ്ടും കറക്റ്റ് ആണ് വീഡിയോ എന്തായാലും വരലു. ഇപ്പൊ അങ്ങനെ വരല. ഇപ്പൊ 5 മില്യൺ ആണ് ഏറ്റവും വലിയ വൈറൽ എന്ന് പറഞ്ഞില്ലേ. 8 മില്യണോ 10 മില്യണോ ഒക്കെ മലയാളം ചാനലിൽ തന്നെ വന്നേക്കുന്നു. അത് കുറെ നാളെടുത്ത് വന്നത്. 5 മില്യൺ തന്നെയാ. 8 മില്യൺ ഒക്കെ വന്നതുണ്ട്. ഹിന്ദിക്കകത്താണ് എനിക്കിപ്പം ഏറ്റവും കൂടുതൽ 50 മില്യൺ ആണെന്ന് തോന്നുന്നു. 50 മില്യൺ വന്നിട്ടുണ്ട്. 50 ഉണ്ട്. 5 കോടി വ്യൂസ് ഉണ്ട്. എന്നിട്ട് പുറത്തേക്ക് അറിയുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാറുണ്ട്. ഞാൻ അത്രയും വ്യൂസ് ആയിട്ട് പിന്നെ നോർത്ത് ഇന്ത്യ പോയില്ല. എന്താ സമയം കിട്ടില്ല. അവർക്ക് അറിയത്തില്ല ഞാൻ കേരളത്തിലാണെന്ന് ഭൂരിഭാഗം ആൾക്കാർ. എന്റെ ഹിന്ദിക്ക് സ്ലാങ് ഇല്ല. ഹിന്ദിക്ക് സ്ലാങ് ഇല്ല. ഒരു മലയാളം ആക്സെന്റ് ഇല്ല. ഇല്ല ഇല്ല എന്തെങ്കിലും പറഞ്ഞ हिंदी में करना है वो भी कर लेंगे, कोई दिक्कत नहीं. ओके, सुपर.
എനിക്കൊന്നും മനസ്സിലാവാത്ത കാരണം കുഴപ്പമില്ല. ഇവിടെ കുറെ ഹിന്ദിക്കാരുണ്ടല്ലോ, ഇപ്പൊ അവിടെ പോണില്ല എന്നാ പറയുന്നത്. ഇവിടെ ഹിന്ദിക്കാരുണ്ട് കുറെ, അവിടെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിന് ഞാൻ കൊച്ചി വരേണ്ടി വരും. ആലപ്പുഴ കുറവ് ആൾക്കാർ. ആലപ്പുഴ ഹിന്ദിക്കാരില്ലേ? ഹിന്ദിക്കാരുണ്ട്, പക്ഷെ ഞാൻ പോകുന്ന വഴികളിൽ കണ്ടിട്ടില്ല. തപ്പി പിടിക്കേണ്ടി വരും അങ്ങനെ. പിന്നെ മുടിവെട്ടുന്ന ആൾക്കാരൊക്കെ ഹിന്ദിക്കാരായിരിക്കും. അവരെന്തെങ്കിലും പറയാറുണ്ട്? അവർക്ക് അറിയാം, സ്ഥിരം പോണ സ്ഥലമായിരിക്കും അല്ലെ? സ്ഥിരം പോകുന്ന സ്ഥലം. അപ്പൊ എന്തായാലും ഇനി കൊച്ചിക്ക് എത്തേണ്ട സമയമായി അല്ലേ? ഇപ്പൊ ഈ വരുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതൊക്കെ ഇല്ല. അങ്ങനെ എപ്പോഴും ഞാനങ്ങനെ അത്രയ്ക്ക് പെട്ടെന്ന് കയറി ആൾക്കാരെ ചാടിക്കറി പോകാറില്ല ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പൈസ തരൂ, പൈസ തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അത് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ ആ ചോദ്യം എനിക്ക് എപ്പോഴും വരും. എപ്പോഴും വരുമോ? എപ്പോഴും വരും. എന്നിട്ട് എന്താ അവരോടൊക്കെ മറുപടി പറയാറ്? പിള്ളേരാണെങ്കിൽ ഞാൻ ഒന്നും കൊടുക്കാറില്ല. പിള്ളേരാണെങ്കിൽ അവർക്ക് ഫുഡ് വേണമെന്ന് വെച്ചാൽ ഫുഡ് മേടിച്ചു കൊടുക്കും. ഫുഡ് മേടിച്ചു കൊടുക്കും. പക്ഷെ കുഴപ്പമെന്ന് പറയുന്നത് ഒരു പിള്ളേരായിരിക്കത്തില്ല, ഒരു 10 എണ്ണം കാണും. അതാ ഒരു കുഴപ്പം. നല്ലൊരു തുക എനിക്ക് ആക്കി തരും അവര്. നല്ലൊരു തുക എനിക്ക് ആക്കി തരും. പഴംപൊരി പോലും 20 പേർക്ക് മേടിച്ച നല്ല തുകയാവും. ഇല്ല കാര്യം. അപ്പൊ നല്ലൊരു തുകയാക്കി തരും. പിന്നെ എന്റെ കൂടെയുള്ള ചിലപ്പം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവര് ചിലപ്പോ എന്നെ പിടിച്ചു മാറ്റും. മതി മതി കൊടുത്തു മതി. ഞാൻ ചിലപ്പോ ആ ഒരു റെസ്ട്രിക്ഷൻ വെക്കാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോ എത്ര പൈസ ചെലവാ? പൈസ ചെലവ് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് അതെന്നാ മേടിച്ചെടുക്കുമ്പോ അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൽ ചെയ്യാറുണ്ടോ? അതില്ല അല്ലേ? എല്ലാം എടുത്ത് ഇടേണ്ട ആവശ്യമില്ല. എല്ലാം എടുത്തിടേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ കൊടുക്കുന്ന എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എന്റർടൈൻമെന്റ് നോക്കുന്നത്. ഞാൻ അങ്ങനെ സെൻഡി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൈസ അതൊന്നും ഇടാറില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. വീഡിയോ എടുക്കുന്നത് അല്ല, വീഡിയോ എടുക്കാണ്ടല്ല, വെറുതെ ഇങ്ങനെ ഭയങ്കര മനസാക്ഷി പാടില്ല മനുഷ്യർക്ക്. ഭയങ്കര മനസാക്ഷി എന്ത് ചെയ്യാൻ, അല്ലെ പിന്നെ മൂഡ് ഓഫ് ആയി പോകും. ചില സമയത്ത് കൊടുക്കും, എപ്പോഴും ഇല്ല, എന്നാലും പുരുവാൻ കൊടുക്കും. അതന്നെ പറഞ്ഞ പുരുവാൻ കൊടുത്ത് കുറെ പൈസ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. കുറെ നല്ലതായിട്ട് കാലിയായിട്ടുണ്ട്. 6-7 മാസം നല്ല കാലിയാക്കിയിട്ടുണ്ട്. കാലിയായിട്ടുണ്ട്. ഇന്നിപ്പോ എന്തായാലും ഇവിടെ കൊച്ചിയിൽ എത്തിയില്ലേ? ഇനി ഇന്ന് തന്നെ തിരിച്ചു പോവോ? അപ്പൊ ഇന്ന് വരുന്ന വഴിക്ക് എന്തെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും കണ്ടന്റ് എടുക്കണം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇവിടുന്ന് കണ്ടന്റ് എടുക്കുന്ന വെച്ച് അതിനെനിക്ക് ഫുൾ ഗിയർ ആയിട്ട് തന്നെ വരേണ്ടി വരും. അനിയനെ ബുക്കൊണ്ട് വരണം. അവൻ വീട്ടിലാണ്. അവൻ വന്നാലേ ക്യാമറ എടുക്കാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വീഡിയോ ഐഡിയയും കൂടി ചിന്തിച്ച് വെക്കണം. പിന്നെ വല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലോട്ട് വന്നിരിക്കുന്നത് കുറച്ച് ഇപ്പൊ കറന്റ്ലി കുറച്ച് ബുദ്ധിമുട്ട്. ട്രാഫിക് ഒക്കെ കൂടുതൽ, അവന് പോയി വരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് വരുമ്പോ അനിയനെ കൂട്ടി വരായിരുന്നു. ഇപ്പൊ വീട്ടിൽ ചില്ലിയായിരിക്കും. അതെ. അപ്പൊ അനിയനും ഇതേപോലെ ചേട്ടനൊപ്പം വീഡിയോസ് അവനാണ് എന്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നത്, വീഡിയോ ചെയ്യുന്നതും. പിന്നെ അവൻ പാർട്ടിസിപ്പേറ്റും ചെയ്യും ചില വീഡിയോക്കകത്ത്. കണ്ടിട്ടുണ്ടായിരിക്കും. അവൻ മോസ്റ്റ്ലി അവനാണ് വീഡിയോ എടുക്കുന്നത്. ഫുള്ള് എത്ര വീഡിയോ എടുത്തിട്ടുണ്ടോ എല്ലാം അവൻ തന്നെ ചെയ്യും. ആ ഒരു വൈബായിട്ട് നിൽക്കുന്നോണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒരു വൈബും വേണം. കൂടെ ഉള്ളവരൊരു വൈബ് ഇല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ അവന് നല്ല വൈബായതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ എനിക്ക് ചില സമയത്ത് വല്ലോ ചെയ്യാൻ ഒരു മടി തോന്നുമ്പം ചില ദിവസങ്ങളിൽ പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മടി തോന്നി അവന്റെ ഇട്ട് കൊടുക്കും. അവൻ ചെയ്യട്ടുള്ള വിചാരിക്കും. അല്ല, ആ വീഡിയോ നീ ചെയ്തോ? വീഡിയോ ഞാൻ എടുക്കും. എനിക്ക് മടി തോന്നിയാൽ ഞാൻ ക്യാമറ പിടിച്ച് കാണിക്കും, നീ ചെയ്തോന്നു. ഇതേപോലെ അനിയൻ പറയാറുണ്ട് എനിക്ക് മടിയാ വീഡിയോ ചെയ്യാൻ വരാൻ പറ്റില്ല. അങ്ങനെ മടികൾ പറയാറുണ്ട്. അവൻ മടി പറയാൻ പാടില്ല. അവൻ മടി പറയത്തില്ല. ഞാൻ മാത്രമല്ല, ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. ചെയ്തോ. ചില വീഡിയോസ് എനിക്ക് കുറച്ച് ക്രിഞ്ചി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ക്രിഞ്ചി ഉണ്ട്. കണ്ണടി ആൾക്കാർക്ക് ഇഷ്ടമായിരുന്ന സമയത്ത്. അപ്പൊ ചില സമയത്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തപ്പോ അവന് കൊടുക്കാറുണ്ട്. അതെ. അപ്പൊ അനിയൻ ശരിക്കും വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ? അതോ ഐ ടി വർക്ക് ചെയ്യുന്നത്? അപ്പൊ ചേട്ടൻ മാത്രമാണ് ഇപ്പം യൂട്യൂബ് മെയിൻ ആയിട്ട് നോക്കുന്നത്? യൂട്യൂബ് മെയിൻ ആയിട്ട് നോക്കണം താല്പര്യമുണ്ട്. ഇതുവരെ ഉറച്ചിട്ടില്ല, എന്നാലും നോക്കാം. വ്യൂസ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇത്ര സസ്റ്റൈൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കണ്ടന്റ് ചെയ്തു പോകണമെങ്കിൽ കുറെയൊക്കെ വർക്ക്ഔട്ട് ആകണം. നല്ല ഫൈനാൻഷ്യൽ ഇൻവോൾവ് എന്ന് വെച്ചാൽ ചെറിയ പൈസ ഒന്നുമല്ലല്ലോ. മുമ്പിലോട്ട് പോകുന്നവർക്ക് പൈസ കൂടത്തേ ഉള്ളൂ. അതിലെ അപ്പൊ എന്തായാലും ഇത് അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. പിന്നെ മെയിൻ ആയിട്ട് പറയാച്ചാ, ഈ പാവത്തിനെ കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ പൈസ തരുന്നുണ്ട് ചോദിക്കരുത്. ഈ പാവ ഇത് സ്വയം തന്നെ പോയിട്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് അല്ലേ? എന്നെ കണ്ട പാവം എന്നൊക്കെ പറയുന്നത് ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് അറിയത്തില്ല. അല്ല, അങ്ങനെയല്ല. എന്നാലും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ നമ്മളാരെയും. അത് ഒരേ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടാണ് ആദ്യം. അത് തെറ്റല്ല. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് അവർ ചിന്തിക്കത്തില്ല എന്റെ ഇനി എത്ര പേര് എന്തൊക്കെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ. അവർക്ക് എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ആ കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ച കൊച്ചിൻ്റെ പറഞ്ഞത് ഒരു ചേട്ടനെ പോലെയാണ്. അതുകൊണ്ട് ഇപ്പം ചിലപ്പം എന്നെ വെറുതെ തേച്ചതായിരിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആകാം. പക്ഷെ ഇപ്പൊ അവന് ആവശ്യം ഉണ്ടെന്ന് ഓർത്ത് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കൊടുക്കും, 2 പ്രാവശ്യം കൊടുക്കും, പിന്നെ കൊടുക്കത്തില്ല. പിന്നെയും ചോദിച്ചു വന്നിട്ടുണ്ടാ? ഞാൻ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാക്കണത്. മീൻസ് ഇങ്ങനെ കുറെ വട്ടം ചോദിക്കുമ്പോ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അത് മനസ്സിലായി. 2 പ്രാവശ്യം ഞാൻ പോട്ടെന്ന് വിചാരിച്ചു കൊടുത്തു. അതെ. ആൾക്കാർ അംഗീകരിക്കത്തില്ല. പക്ഷെ ഞാൻ കൊടുത്തു. ഞാൻ ആർക്കും ചോദിച്ചില്ല. അമ്മ അറിഞ്ഞില്ല. അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ അറിഞ്ഞ എന്താ അങ്ങനത്തെയൊക്കെ പിന്നെ അമ്മമാരെ സമ്മതിക്കത്തില്ല. ഒരു ഇതില്ല. ഞാൻ ആർക്കോ എനിക്ക് പേര് അറിയത്തില്ല. പേര് പറഞ്ഞു തന്നു,
എനിക്കൊരു വെറുതെ എനിക്ക് RC ബുക്ക് ഞാൻ വെച്ചോളാം എൻ്റെ പറയുന്നത്. RC ബുക്ക് എന്തിന്? ഞാനെന്തോ ആണെങ്കിൽ എല്ലാ RC ബുക്കൊക്കെ വെച്ചോളാന്നൊക്കെ പറഞ്ഞു. അയാള് വേണ്ട, പൈസ ചോദിച്ചു കൊടുത്തു. അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമുക്കൊരു 1 മില്യൺ അടിച്ചിട്ട് അതിന്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റീച്ച് ആവട്ടെ. ഞാൻ സെലിബ്രേഷനാ പറഞ്ഞത്, അത് സെലിബ്രേഷൻ പ്രതീക്ഷിക്കുന്നു. അതെ, അപ്പൊ ഇതേപോലെ ലോങ് വീഡിയോസ് ഇനി എടുക്കാൻ പറ്റട്ടെ കേട്ടാ, കുറെ പിന്നെ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞില്ലേ, നമ്മൾ യൂട്യൂബർമായിട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. ഒരുപാട് ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.